കേന്ദ്ര സർക്കാരിന്റെ സഞ്ചാർ സാഥി ആപ്പ് നിർബന്ധമാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം. കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നും ബിഗ് ബ്രദർക്ക് എല്ലാം നിരീക്ഷിക്കാനുള്ള നീക്കമാണിതെന്നും എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ആരോപിച്ചു. രാജ്യത്ത് നിരീക്ഷണത്തിന്റെ കരിമ്പടം തീർക്കാനുള്ള മാർഗമാണിതെന്ന് ജോൺ ബ്രിട്ടാസ് എംപിയും പ്രതികരിച്ചു. സൈബർ സുരക്ഷയ്ക്കായി പുതിയ സ്മാർട്ട് ഫോണുകളിൽ സഞ്ചാർ സാഥി ആപ്പ് നിർബന്ധമായും ഉൾപ്പെടുത്താനാണ് കേന്ദ്ര നിർദ്ദേശം. ഈ സൈബർ സുരക്ഷാ ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾക്ക് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ആപ്പ് നീക്കാനാകാത്ത വിധം നിർബന്ധമാക്കുന്നതിനെയാണ് പ്രതിപക്ഷം എതിർക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ചും ഫോണിന്റെ ഗുണമേന്മയ്ക്കെന്നുമൊക്കെയാണ് ആപ്പിനെക്കുറിച്ച് കേന്ദ്രം പറയുന്നത്. എന്നാൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണിതെന്നും പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും കെ.സി. വേണുഗോപാൽ എംപി പറഞ്ഞു. സ്വകാര്യതയ്ക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു കടന്നാക്രമണമായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത്. ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ മൊബൈലുകൾക്കും സഞ്ചാർ സാഥി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ടെലിഫോണുകളിലും സർവൈലൻസ് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് അതിലൂടെ പോകുന്നത്. മൗലികാവകാശങ്ങളിലേക്കുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റമാണിതെന്ന് ജോൺ ബ്രിട്ടാസ് എംപി. രാജ്യത്തെ ഒരു സർവൈലൻസ് രാഷ്ട്രം, ഒരു നിരീക്ഷണത്തിന്റെ കരിമ്പടം പുതയ്ക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ സഞ്ചാർ സാഥി കൊണ്ടുവന്നിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ മാതാവെന്ന് ഒരു വഴിക്ക് വിശേഷിപ്പിക്കുകയും പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് ഇങ്ങനെ കടന്നു കയറുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഉപഭോക്താക്കൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനോ ഡിസേബിൾ ആക്കാനോ സാധിക്കാത്ത വിധം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മീഡിയ 1 ഡൽഹി.